സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ദൈവം തൊട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാര്യങ്ങൾ കാണും, ചിലർക്ക് അത്ര വലിയ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ എങ്കിലും ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, ദൈവം വഴി നടത്തിയതല്ലേ. ഇപ്പോൾ പറഞ്ഞാൽ തീരാത്ത രീതിയിൽ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ദൈവം തൊട്ട അനുഗ്രഹിച്ച, നമ്മൾ പോലും ചിന്തിക്കാത്ത സമയത്ത് ചില വ്യക്തികളിലൂടെ ചില സംഭവങ്ങളിലൂടെ ഒക്കെ ദൈവം നമ്മളെ നയിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത നന്ദി പറയാനല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയമുള്ളവരെ, ബെത്സയിദ ഇങ്ങനെ ജീവിതം ദൈവം തൊട്ട് അനുഗ്രഹിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ശുശ്രൂഷയാണല്ലോ. ഈ ബെത്സയിദയുടെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് സിസ്റ്റർ മരിയ റോസ് MS അമ്മായി. നമുക്ക് സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകാം. സിസ്റ്റർ ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയ റോസ് അല്ലേ, MS അമ്മായി സന്യാസ സഭാ സമൂഹമാണ്. അവിടെ വെച്ച് തന്നെ തുടങ്ങാന്ന് എനിക്ക് തോന്നുന്നു. ഇത് തുടങ്ങിയത് മലബാറിലാണ്, കൊളത്തുവയലിലാണ് തുടങ്ങിയത്. ഇന്ന് പലയിടങ്ങളിലേക്ക് അത് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ 1962 തുടങ്ങിയത്. 62 തുടങ്ങിയത്. 800 സിസ്റ്റേഴ്സ് ഉണ്ട്. ഈ സിസ്റ്റർ ഇപ്പോൾ പ്രൊഫഷനൊക്കെ കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? എൻ്റെ ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞിട്ട് 26ാമത്തെ വർഷം. ജൂബിലി കഴിഞ്ഞു. ഓക്കെ. അങ്ങനെ വന്ന് വീട് നാടൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. എൻ്റെ വീട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ചെമ്മന്തൊട്ടി ഇടവക. ഓക്കെ. കരയത്തിഞ്ചാൽ ഇടവക, ചെമ്മന്തൊട്ടി PO. പിന്നെ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ നാട്ടിൽ ഈ സിസ്റ്റേഴ്സ് ഏത് കോൺഗ്രിഗേഷൻ? എൻ്റെ ഇടവകയിൽ കോൺഗ്രിഗേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇല്ല, ആ സമയത്തോടെ കോൺവെന്റ് ഒന്നും ആയിട്ടില്ല. പിന്നെ എന്നെ സ്കൂളിൽ 2 ടീച്ചർമാർ FCCക്കാർ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് MS അമ്മയിലേക്ക് വരാനൊരു കാരണം? അതായത് എൻ്റെ വീട്ടിൽ 2 ആൻറ്റിമാരുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ മടത്തി പോകണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഇവിടുന്ന് കിട്ടിയതാണെന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ സിസ്റ്ററായിട്ട് അഭിനയിക്കും, ആങ്ങളെ അച്ഛനായിട്ട് അഭിനയിക്കും. അപ്പം ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ വല്യപ്പച്ചന്, അപ്പം ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, അവരുടെ ഗ്രാൻഡ് പേരൻസ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം എൻ്റെ പപ്പയുടെ ചാച്ചന് ഇത് കണ്ടിട്ട് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യ കുർബാന ആയിക്കൊണ്ടു. അപ്പോൾ ആദ്യ കുർബാനയ്ക്ക് ഞാൻ പോകുമ്പോൾ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും സ്തുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയി സ്തുതി കൊടുത്തപ്പം വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോടെ ആഗ്രഹം സിസ്റ്റർ ആകണമെന്നല്ലേ, അത് ഈശോയോട് സ്വീകരിച്ചു കഴിഞ്ഞ പാടെ അത് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. കാരണം എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞു, മടത്തി ചേരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരുന്നുണ്ടെങ്കിൽ 2 ആൻറ്റിമാരുണ്ട്. അപ്പം പപ്പ പറഞ്ഞിട്ടുണ്ട്, പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും കൂട്ടത്തിലേ പോകാവുള്ളൂ, വേറെ ആരുടെയും കൂട്ടത്തിൽ ഇടുകയല്ല. അപ്പം ഒരാൻറ്റിയോട് എനിക്ക് ഇച്ചിരി ആ ഉടുപ്പും ഒക്കെ ഇച്ചിരി ഇഷ്ടമുള്ളത്. അപ്പം ഞാൻ ആൻറ്റിക്ക് കത്തെഴുതി, ആൻറ്റി എനിക്ക് മടത്തി ചേരാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഇത്ര മാർക്കും ഉണ്ട്, ഞാൻ പോന്നോട്ടെ. അന്നേരം ആൻറ്റി പറയുന്നത് നീ പോരേന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആൻറ്റിയുടെ മടത്തി കൊണ്ടുപോയി വിട്ടു. അന്നേരം ഞാൻ 15 വയസ്സ് പൂർത്തിയായതേ ഉള്ളൂ. 10 കഴിഞ്ഞ് പോസ്റ്റൽസ് കഴിഞ്ഞ പാടെ അവർ ആസ്പിരൻസ് കഴിഞ്ഞിട്ട് പോസ്റ്റൽസിലേക്ക് കയറ്റാൻ തുടങ്ങിയപ്പം അന്നേരത്തെ അവരുടെ ചാപ്റ്ററിലെ ഒരു തീരുമാനമായിരുന്നു +2 കഴിയാത്തവരെ പോസ്റ്റൽസിൽ കയറ്റണ്ടെന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ +2 കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് +2 പഠിക്കാൻ പൊക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു 5-8 പേരെ ഒന്നിച്ച് +2 പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു. പരീക്ഷയുടെ ഫസ്റ്റ് ഇയർ പരീക്ഷയുടെ ടൈമായപ്പം തൊട്ട് എനിക്ക് തലവേദന തുടങ്ങി. പിന്നെ എൻ്റെ 2 കണ്ണും ചുമന്നിട്ട് എനിക്ക് പരീക്ഷയുടെ ടൈമിൽ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. പരീക്ഷ അറ്റൻഡ് ചെയ്തു, ഒന്നും വായിക്കത്തില്ല. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, മനസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുള്ളതൊക്കെ എഴുതി വെച്ചോ, അറ്റൻഡ് ചെയ്തോ, പുസ്തകം തുറന്നൊന്നും വായിച്ചേക്കല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും വായിക്കാതെ ഞാൻ പോയി പരീക്ഷ എഴുതി. ഒരെണ്ണത്തിന് പാസ്സായി, ബാക്കി എല്ലാത്തിനും ചെറിയ മാർക്കിന് തോറ്റു. അപ്പോൾ അത് സെക്കൻഡ് ഇയർ എഴുതിയെടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സെക്കൻഡ് ഇയറിലെല്ലാം എഴുതിയെടുത്തു. പക്ഷെ റിസൾട്ട് വന്നപ്പം ഹിന്ദിക്ക് മാത്രം ഞാൻ തോറ്റുപോയി. അപ്പം സാധാരണ നമുക്ക് വിഷമം വരുമല്ലോ. പക്ഷെ അന്നേരം സിസ്റ്റർ പറഞ്ഞു, +2 തോറ്റവരെ ആരെയും ഞങ്ങളിവിടെ എടുക്കുന്നില്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന്. ആ സമയത്ത് പോട്ടയിലെ ഒരു ധ്യാനകേന്ദ്രമൊക്കെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരുന്ന സമയമാണ് 93-94. അപ്പം എൻ്റെ മമ്മി പറഞ്ഞു, എനിക്ക് ഭയങ്കര തലവേദന. അപ്പം ഞാൻ തലവേദനയായിട്ട് കണ്ണാടി വെച്ചു. അപ്പം എന്നിട്ടും തലവേദന മാറുന്നില്ല സ്പെക്സ് വെച്ചാലും. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഒരു ബസ്സിന് ആൾക്കാർ കോട്ടയ്ക്ക് പോകുന്നുണ്ട്.
അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ നിനക്ക് തലവേദനയല്ല നീയും പൊക്കോന്നും പറഞ്ഞ് എന്നെ അങ്ങനെ വിട്ടു. അങ്ങനെ 94 ഞാൻ ആദ്യമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. അവിടെ വന്ന് ധ്യാനമൊക്കെ കൂടി കൗൺസിലിങ്ങിന് ഒരു ചേച്ചിയുടെ അടുത്ത് പോയി. അപ്പോൾ ആ ചേച്ചി പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററിനെ മാതാവ് വിളിക്കുന്നുണ്ട്, മാതാവിനോട് പ്രത്യേകം കൊന്തയില്ലേ അങ്ങ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പം അന്നേരം തൊട്ട് എനിക്ക് ഇങ്ങനെ മുടങ്ങാതെ ഇങ്ങനെ നന്മ നിറഞ്ഞവരും ഇങ്ങനെ ചൊല്ലി കൊന്തയെല്ലാം തുടങ്ങി. അതിനുശേഷം ചേച്ചി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു തലവേദന പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്, ഇനി സ്പെക്സ് വയ്ക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്പെക്സ് ഉപേക്ഷിച്ചു, തലവേദനയും മാറി. അവിടുന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കാറ്റഗിസൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വികാരിയച്ഛൻ്റെ വീട് ഞങ്ങളുടെ MSMI സിസ്റ്റേഴ്സ് ഉള്ള ഇടവകയിലാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ MSMI കോണഗിരി. അപ്പോൾ എനിക്ക് MSMI കോണഗിരിയേഷൻ മാതാവിൻ്റെ സഭയാണെന്നോ വർക്കിച്ചിൻ്റെ ഒന്നും അറിയത്തില്ല. സിസ്റ്റർ ആയതിനു ശേഷം എത്ര നാൾ ഇപ്പോൾ ശുശ്രൂഷയിൽ വചനപ്രഘോഷണമൊക്കെ ആയിട്ട്? വചനപ്രഘോഷണ മേഖലയിൽ ഞാൻ ഉടുപ്പിട്ട് ഫൈനൽ കഴിഞ്ഞപ്പം തൊട്ട് ശുശ്രൂഷ ആരംഭിച്ചതാ. 20 വർഷം അന്ന് തുടങ്ങി ശുശ്രൂഷയിൽ സ്ഥിരമായിട്ട്. അന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ കുളത്തുവേലി വെച്ച് ഞങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ഞങ്ങൾക്ക് കൗൺസിലിംഗ് കോഴ്സ് തരും അച്ഛന്. ഞങ്ങളുടെ സ്ഥാപക പിതാവ് തന്നെ വർക്കിച്ചൻ തരും. അപ്പം അച്ഛൻ ഈ കോഴ്സ് തരുന്ന സമയത്താണ് എൻ്റെ ഈ പേടി മനസ്സിലാക്കിയിട്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം എന്നോട് പേടി വരാനുള്ള കാരണം എന്നാ ചോദിച്ചു. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഈ പേടിയൊന്ന് മാറ്റി കിട്ടണം. ബാക്കി എല്ലാ കാര്യത്തിനും ഞാൻ സ്മാർട്ടാണ്, പക്ഷെ പ്രസംഗം പറയുക എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ഒരു എന്താ ഈ ഫ്രീസറിൽ നിന്നൊക്കെ മാംസമൊക്കെ എടുക്കുന്ന പോലെ ഇരിക്കും, അതുപോലെ എന്നെ മരച്ചിരിക്കും പ്രസംഗമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം. അപ്പം പിന്നെ എനിക്ക് 2-3 ദിവസത്തേന് ഉറക്കമില്ല, ഭയങ്കര ടെൻഷനാണ്. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മോളെ കർത്താവ് വിളിച്ചിരിക്കുന്ന വചനപ്രഘോഷണത്തിനാണ്. ഇതും കൂടി കേട്ടപ്പം എനിക്ക് ഭയങ്കര പേടി കൂടി. അതിൻ്റെ കൂടുതൽ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് സിസ്റ്ററും പറഞ്ഞു വചനപ്രഘോഷണ മേഖലയിലേക്കാണ് മോളെ വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഡയറിയിലൊക്കെ ഇപ്പോഴേ എഴുതി ക്ലാസ്സൊക്കെ ഒരുങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോഴത്തേന് എനിക്ക് നോഷിട്ട് ഭയങ്കര ഭാരമായി, എനിക്ക് പേടിയാകാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ആൻസർ കിട്ടണം, എങ്ങനെ എനിക്ക് പേടി വരാനുള്ള കാരണം എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ നേരം ഞാനിരുന്ന് കരഞ്ഞു, എൻ്റെ ഉടുപ്പെല്ലാം നനഞ്ഞു, പിന്നെ ഏങ്ങലടികളായി. അപ്പം പുറകെ ഇരുന്നുകൊണ്ട് സിസ്റ്റർ ഇത് കണ്ടിട്ട് മിസ്ട്രസ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്ററെ എനിക്ക് സൗഖ്യം കിട്ടണം, അല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടണം, എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പെട്ടെന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് സിസ്റ്റർ അന്നേരം വിഷം കെട്ടി എന്തുകൊണ്ടാണ് എനിക്ക് ഈ പേടി വരാനുള്ള കാരണമെന്ന്. അങ്ങനെ സിസ്റ്റർ പറഞ്ഞ് ബോധ്യം തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. എൻ്റെ വീട്ടിൽ 8 മക്കളാണ്, ഒരാൾ മരിച്ചുപോയി. പിന്നെ ഞാൻ 4ാമത്തെ മോളാണ്. ഞാൻ 4ാമത്തെ മോളായിട്ട് എൻ്റെ നേരെ മൂത്ത ചേച്ചി 2 ചേട്ടന്മാരുണ്ട്. അപ്പോൾ 3ാമത്തെ ആങ്ങളയ്ക്ക് ഏകദേശം 1 വയസ്സൊക്കെ ആകുന്നേ ഉള്ളൂ. ആ സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്നൊരു വയറിന് അസ്വസ്ഥതയോ വേദനയോ ഗ്യാസൊക്കെ വന്നിട്ട് പപ്പ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു അമ്മയുടെ വയറ്റിൽ വലിയൊരു ട്യൂമർ വളരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അമ്മയെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് വേറൊരു ചെറുകുന്നെന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട്, ആൻ്റണി ഡോക്ടർ. അതെൻ്റെ വെല്ലുമ്മിച്ചിയുടെ കസിൻ, ഇവർ കാഞ്ഞിരപ്പള്ളിക്കാരാണ്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മമ്മീനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ വെച്ച് ഡോക്ടർ അപ്പം തന്നെ അഡ്മിറ്റ് ചെയ്തു. അവർ 3-4 പേര് പരിശോധിച്ചിട്ട് എല്ലാവരും പറഞ്ഞു ട്യൂമറാണ്, ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം പപ്പയുടെ പൈസയൊന്നുമില്ല, പെട്ടെന്ന് വന്നതല്ലേ, വെറുതെ പരിശോധിക്കാൻ വന്നിട്ട് പപ്പ പൈസയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ, അന്നിപ്പം വാഹനമൊക്കെ കുറവാണല്ലോ, തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ എമർജൻസി ആയിട്ട് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചിട്ട് മമ്മീനെ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പുറത്ത് വരുമ്പോഴാണ് പപ്പ എത്തുന്നത്. അപ്പം പപ്പേനെ കണ്ടപാടെ ഡോക്ടർ കൈകൂപ്പിയിട്ട് സോറി പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പം പപ്പയോർത്തു മമ്മിക്ക് സീരിയസ് ആണെന്നാണല്ലോ പറഞ്ഞത്, അപ്പം ട്യൂമർ പെട്ടെന്ന് പൊട്ടുകയോ എന്തെങ്കിലും ചെയ്ത് മമ്മിക്ക് അപകടം സംഭവിച്ചതെന്നത്തോണ്ട് പപ്പ ചോദിച്ചു മമ്മിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം പപ്പ ചോദിച്ചത് അമ്മയ്ക്കും കുഞ്ഞിനും, അപ്പം മറ്റേ കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലാണ്ടാണല്ലോ, 3ാമത്തെ കൊച്ച് അമ്മയുടെ മുലപ്പാട് കുടിക്കുന്ന കൊച്ചാണല്ലോ. അപ്പം പപ്പ ചോദിച്ചു എന്താ അമ്മയ്ക്കും കുഞ്ഞിനെന്നും പറഞ്ഞത് എന്താ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് അമ്മയുടെ വയറ്റിൽ ട്യൂമറല്ല, 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിനിപ്പോൾ ഒരു കുഴപ്പമില്ല, വയറ് തുന്നിക്കെട്ടി അവർ വെച്ചു,
വെല്ലുമിച്ചീനെ വിളിച്ച് കാണിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്, വെല്ലുമിച്ചി പറയുന്നത്. ഇതൊക്കെ എന്നോട് ഇവർ ചെറുപ്പത്തിൽ പറയുന്നുണ്ട്, നിന്നെ ചെറുന്ന് തോട്ടിന്ന് കിട്ടിയതാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് അതിൻ്റെ സീരിയസ് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കർത്താവ് കുറെ തിരുമുറിയൊക്കെ നടത്തി. അപ്പോൾ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല സത്യത്തിൽ. ഞാൻ ഈയിടെ ചെന്നപ്പം ചോദിച്ചു, അമ്മ എങ്ങനെ അറിയാതിരുന്നേ? സാധാരണ ഒരു കൊച്ചുണ്ടെന്നുള്ള അറിയുകയല്ലേ, യൂറിൻ ടെസ്റ്റ് ചെയ്താൽ പോരെ, ഇത് എക്സ്റേ എടുത്താൽ പോരെ, ഇത്രയും അറിയാൻ മേലെ. അന്ന കാലത്ത് അതിന്റെ സൗകര്യങ്ങളൊക്കെ അത്ര കാര്യമായിട്ട് ഉണ്ടാവില്ല. അന്ന് സ്കാനിങ് ഇല്ല, എക്സ്റേ ഉണ്ട്. പിന്നെ എക്സ്റേ അത്ര സീരിയസ് ആണല്ലോ എടുപ്പിക്കുള്ളൂ. പിന്നെ മമ്മി പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്യാനൊന്നും പ്രഗ്നൻസി ആണെന്ന് ആർക്കും സംശയമില്ല, കൊച്ചു പാല് കുടിക്കുന്നുള്ളൂ, അടുത്ത പീരീഡ്സ് ആയിട്ടില്ല. അപ്പോൾ ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് നോക്കിയില്ല. എല്ലാവരും പുറമേ വയറ് പിടിച്ചു നോക്കി. അപ്പം മുഴ കാണുന്നു, അപ്പം അങ്ങനെ ഓപ്പറേഷൻ ചെയ്താന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ നോർമലായിട്ട് തുന്നിക്കെട്ടി വെച്ച് 9 മാസം മമ്മി ബെഡ് റിഡൻ്റ് ആയിരുന്നു. 1 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 9ാം മാസത്തിൽ നോർമലായിട്ട് പ്രസവിച്ചു. ഒരു ഈസ്റ്റർ ഞായറാഴ്ചയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെയാണ് എൻ്റെ പേര് ജോയ്സി എന്നാണ് വീട്ടിൽ പേരിട്ടത്. അപ്പം ഈസ്റ്ററിൻ്റെ ഒരു സന്തോഷത്തിൽ ഇപ്പം അതൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു 2ാം ജന്മം അവിടുന്ന് തോന്നി. പക്ഷെ 2-3 ഡോക്ടേഴ്സ് ഒന്നിച്ച് നിന്ന് ചെയ്തു. ഇന്നത്തെ കാലത്താണ് ഇത് കേട്ട ആശുപത്രി തല്ലിപ്പൊളിക്കും. അത് കഴിഞ്ഞ് അമ്മച്ചി എന്നോടൊന്നും പറയും, നമുക്ക് ആ ഡോക്ടറെ കാണാൻ പോകാം, നിന്നെ കൊണ്ടേ കാണിക്കാമെന്ന് പറയുമായിരുന്നു. ഞാൻ പോയിട്ടൊന്നുമില്ല. ദൈവം വഴി നടത്തിയ വലിയ അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും. അതിലൂടെ നടന്നു വന്നാണ് ഇവിടം വരെ എത്തിയത്. അന്ന് ഡോക്ടർ പപ്പയോട് പറഞ്ഞു, നോർമലായ ഒരു കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒന്നെങ്കിൽ അംഗവൈകല്യം ഉണ്ടാകാം, നല്ല ബുദ്ധിമാന്യം ഉണ്ടാകാം. കാരണം 4 മാസം അമ്മയുടെ ഉദരത്തിൽ കൊച്ച് കിടക്കുമ്പോഴാണ് അമ്മയ്ക്ക് അനസ്തേഷ്യ കൊടുക്കുന്നത്. പിന്നെ മറ്റ് മെഡിസിനുകളൊക്കെ കയറ്റി. അപ്പം മമ്മി പറയുന്നുണ്ട്, ഈ കുനിച്ചു പിടിച്ച് നടുവിന് അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് വയറ്റിലൊരു അനക്കം ഉണ്ടായെന്ന് പറഞ്ഞു. അതുവരെ കൊച്ച് അനങ്ങിയിട്ടുമില്ല ഈ 4 മാസമായിട്ട്. അപ്പം അമ്മ ഓർത്തെന്ന് പറഞ്ഞു, ട്യൂമർ ഇളകിയതായിരിക്കും എന്ന് ഓർത്തെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പം കൊച്ചിന് കണ്ടീഷനൊക്കെ ഓക്കെയാണ്, പക്ഷെ നോർമലായിട്ടൊരു ഇല്ല. ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളതൊക്കെ ഇപ്പോഴായിരുന്നു. അപ്പൊ ഈ അതിലൂടെ കിട്ടിയ ഒരു പേടി കിടപ്പുണ്ടായിരുന്നു. അതാണ് ഈ ന്യൂഷൈഡിൽ വെച്ച് കർത്താവ് എടുത്തു മാറ്റിയത് അല്ലേ? പിന്നെ എനിക്ക് ഈ ജീവിതത്തെ നയിച്ചത് 2-3 മെസ്സേജുകളൊക്കെയാണ്. കോട്ടാശ്രമത്തിൽ വന്നപ്പോൾ കിട്ടിയ മെസ്സേജ്, നോവിസ് CJ വർക്കി അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ മെസ്സേജ്, നോവിസ് മിസ്ട്രസ് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ മെസ്സേജ്, അങ്ങനെ കുറെ മെസ്സേജുകളിലൂടെ ദൈവം മെസ്സേജിലൊക്കെ അതുകൊണ്ട് വിശ്വാസം. പക്ഷെ ആ മെസ്സേജിൽ നിന്നൊക്കെ ഞാൻ യോനാ പ്രവാചകനെ പോലെ ഓടി, ഈ പേടി കാരണം. ഹീലിംഗ് കിട്ടിയാലും ഇത് മാറിയെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ ഉള്ളിൽ ഈ ഭയം കിടക്കുവാണല്ലോ. പിന്നെ ഞാൻ നോഷിറ്റി വെച്ച് ഞങ്ങളോട് വെറുതെ ഇൻട്രസ്റ്റ് ചോദിക്കും, എന്താണ് ഇഷ്ടപ്പെട്ട ഫീൽഡെന്ന് ചോദിക്കും. അപ്പം ചോദിച്ചപ്പം ഞാൻ പെട്ടെന്ന് അപ്പോൾ ഞങ്ങളുടെ വർക്കിച്ചന് പ്രോൺഷിലിനോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രോവിൻസിൽ ഒരു ഓൾഡ് ഏജ് ഹോം ഇല്ലായിരുന്നു. അപ്പം പ്രായം ചെന്നവർ പുരുഷന്മാരെ നോക്കാൻ വേണ്ടി ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങണമെന്നും പറഞ്ഞ് അച്ഛനൊരു ഫണ്ട് കൊടുത്തു പ്രോൺഷിലിന്. അപ്പം ആരും ഏറ്റെടുക്കാനില്ല, സിസ്റ്റേഴ്സും ഇല്ല ചെയ്യാൻ. അപ്പം പ്രോൺഷിൽ വേഗം ചോദിച്ചു, നോഷിറ്റി വെച്ച് ഞങ്ങളോട് ആർക്കെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ട്? ഞാൻ ചാടിക്കൈ പൊക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു, അതൊക്കെ നല്ല കാര്യം, എന്നാൽ പിന്നെ ഞാൻ തുടങ്ങാം, എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞു. സിസ്റ്ററിന് ഭയങ്കര സന്തോഷമായി എന്നെ ചേർക്കാൻ. അത് കഴിഞ്ഞപ്പം സിസ്റ്റർ പറഞ്ഞു, അതിന് നഴ്സിംഗും കൂടി ഉണ്ടെങ്കിലല്ലേ എളുപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 വർഷം കഴിഞ്ഞു എന്നെ റീജൻസിക്ക് തന്നെ ഓൾഡ് ഏജ് ഹോം തുടങ്ങാനുള്ള മഠത്തിലേക്ക് തന്നെ വിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും റീജൻസി കഴിഞ്ഞിട്ട് വീണ്ടും അച്ഛനിത് തുടങ്ങാൻ വേണ്ടി തിരക്ക് കൂട്ടിയപ്പം വീണ്ടും സിസ്റ്റർ ആ മഠത്തിലേക്ക് തന്നെ വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, നഴ്സിംഗ് പഠിക്കാതെ തുടങ്ങിയിട്ട് അത് ഫെയിലായി പോകുള്ളത് പോകാൻ പറ്റുമല്ലോ, അപ്പോൾ ഇത് തുടങ്ങുകയും ചെയ്യണം. അപ്പോൾ സിസ്റ്റർ ഇത് തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് നഴ്സിംഗ് പഠിക്കാൻ പോയിട്ട് മരിയെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോകാനൊക്കെ ആയിട്ട് ബാംഗ്ലൂർ CSI ഹോസ്പിറ്റൽ അഡ്മിഷനൊക്കെ എടുത്ത് ഇൻ്റർവ്യൂവിൻ്റെ പേപ്പർ വന്നിരിക്കുന്ന സമയമൊക്കെ ആയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ നീര് വരാൻ തുടങ്ങി. അപ്പോൾ മുഖത്ത് നീര് വരും, കാലൊക്കെ നീര് വരാൻ തുടങ്ങി. അപ്പോൾ അവിടെയാണെങ്കിൽ 3 സിസ്റ്റേഴ്സുള്ളൂ, 3 പേരും പ്രായം ചെന്നവരാണ്. ഞാനാണ് സർവ്വ ജോലിയും ചെയ്യുന്നത്. അപ്പം കിണറാണെങ്കിൽ ഒരു 23 താത്ത ഉള്ള കിണർ. ആ കിണറ്റിൽ നിന്നൊക്കെ വെള്ളമൊക്കെ കോരുകയും കശുവണ്ടി പറക്കണം, പശുവിനെ കറക്കണം, സർവ്വ ജോലി ആ മഠത്തിലെയും പള്ളിയിലെയും എല്ലാം ഞാനാണ് ചെയ്യുന്നത്. അതിനിടയിൽ എല്ലാ ദിവസവും വാർഡ് പ്രാർത്ഥനയുണ്ട്. അപ്പോൾ വാർഡ് പ്രാർത്ഥനയ്ക്ക് പോകാൻ ഇറങ്ങി ചെല്ലുമ്പോൾ അച്ഛൻ പറയും, ഇതെന്നാ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമോയെന്ന് പറയും, മുഖം നീര് വെച്ചിരിക്കും.
അപ്പോൾ എനിക്കിത് കേൾക്കുമ്പോൾ വിഷമം വരും. ഞാൻ രാവിലെ കട്ടിലേന്ന് ഏറ്റിട്ട് പിന്നെ കട്ടിൽ കാണുന്ന രാത്രിയിലായിരിക്കും ഈ പണിയെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ. അപ്പം പിന്നെയും പല പ്രാവശ്യം കാണാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, അന്ന് ഈ കൊച്ചിനെന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഉടുപ്പിട്ട് 1 വർഷം ആയതല്ലേ ഉള്ളൂ. അപ്പം കൊച്ചിനെന്തോ കുഴപ്പമുണ്ട്, കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞപ്പം മദർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് 49 കിലോയെ ആ സമയത്തുള്ളൂ. അപ്പം സിസ്റ്ററാണെങ്കിൽ ഭയങ്കര കെയറിങ് ആണ്, എനിക്ക് എല്ലാ ദിവസവും പഴയ കഞ്ഞി തരും വണ്ണം വെക്കാൻ വേണ്ടി. അപ്പം ഞാൻ കരുതുന്നേ ചിലപ്പോൾ സിസ്റ്ററിൻ്റെ കെയറിങ് കൊണ്ട് പഴങ്കഞ്ഞി അല്പം കൂടുതൽ കഴിച്ചോ എനിക്കൊരു സംശയം. അപ്പോൾ അതും കൊണ്ട് വണ്ണം വെക്കുന്നതായിരിക്കും ഞാനും കരുതുന്നത്. ഇത് നീരാന്നുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വിദഗ്ധമായ പരിശോധന നടത്തണം, കണ്ണൂരേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ കണ്ണൂർ പോയി ചെക്കപ്പ് ചെയ്തപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് എൻ്റെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും കുറവായിരുന്നു. അപ്പം കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നേഴ്സിങ്ങിന് പോകണം, എൻ്റെ ഡേറ്റ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞില്ല, ഇൻ്റർവ്യൂവിനൊന്നും പോകണ്ട, നേഴ്സിംഗും പഠിക്കാനൊന്നും പോകണ്ട, 6 മാസം എൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പം മടത്തി പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന പോലെ തന്നെ വീട്ടിൽ മടത്തി പോയി കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ആദ്യത്തെ ബ്ലഡിൻ്റെ റിസൾട്ട് പ്രകാരമാണ് ഡോക്ടർ എനിക്ക് മരുന്നൊക്കെ തരാൻ തുടങ്ങി. അപ്പം ഞാൻ ആ 1 വർഷം മടത്തി നിന്ന് ജോലി ചെയ്യുമ്പം പിന്നെ വേറെ സിസ്റ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ടും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാർഷികധ്യാനം ഒന്നും നടത്തിയില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഏതായാലും ഞാൻ വാർഷികധ്യാനം നടത്തിയില്ല, ഞാനിവിടെ ബെഡേ കിടക്കുകയാണല്ലോ, എന്നാൽ ഞാൻ കുളത്തുവയിൽ പോയി ഒരു ധ്യാനം കൂടിയിട്ട് വരാം ഒരാഴ്ച, അത് കഴിയുമ്പോഴത്തേനും ബ്ലഡിൻ്റെ റിസൾട്ടും വരുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കുളത്തുവയിൽ ചെല്ലുമ്പം എനിക്ക് എല്ലാവരും മുട്ടുകുത്തുമ്പോഴും നിൽക്കുമ്പോഴും എനിക്കൊന്നും ചെയ്യത്തില്ല, ഫുള്ള് ബോഡി പെയിനാണ് എനിക്ക്. രാത്രിയിൽ കിടക്കണമെങ്കിൽ ഞാൻ കമന്ന് കിടക്കണം, ബൈക്ക് പെയിന് കാരണം എനിക്ക് കിടക്കത്തില്ല. പിന്നെ അല്ലെങ്കിൽ കോട്ട് വാട്ടർ ബാഗ് നിറച്ചിട്ട് ആ ചൂടിൻ്റെ പുറത്ത് കുറച്ച് നേരം കിടക്കും, എന്നാലും ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം രാത്രിയും പകലും ഞാൻ ഈ വേദനയും കൊണ്ട് പിളയും. അത് കഴിഞ്ഞ് അവിടെ ധ്യാന കേന്ദ്രത്തിൽ ചെന്നിട്ടും എനിക്ക് കസേരയിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഇരിക്കാന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യത്തില്ല. അപ്പം എനിക്ക് സങ്കടം വരാൻ തുടങ്ങി. രോഗമല്ല, എനിക്ക് മറ്റുള്ളവരോടൊപ്പം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വേദനയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് എല്ലാ ദിവസവും ധ്യാനം കഴിയുമ്പോൾ വൈകിട്ട് ടീമങ്ങളെല്ലാവരും വന്ന് എൻ്റെ തലയിൽ കൈ വെച്ച് എല്ലാവരും പ്രാർത്ഥിക്കും. അച്ഛനും വന്ന് പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിച്ചു. എനിക്കും ഒരു ഹീലിങ്ങും ഇല്ല. അതേപോലെ തന്നെ പോകാൻ നേരം അച്ഛനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മരിയ കുറവ്? ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ വന്ന പോലെ തന്നെയാണ് പോകുന്നത്, എനിക്കൊരു കുറവും ഇല്ല, വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു, വേദനയ്ക്കൊരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പം അറിയാൻ പറ്റുമായിരിക്കും കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഇപ്പം മോള് സന്തോഷത്തോടുകൂടി പൊക്കുമെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അവിടെ ചെന്നപ്പം പ്രൊഫഷണൽ എന്നോട് പറഞ്ഞു, മരിയയുടെ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, ഡോക്ടർ വിളിച്ചിട്ടുണ്ട്, നമുക്ക് പോയി മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം അത് മേടിച്ചു. അവിടെ ചെന്നപ്പം ഡോക്ടർ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ റിസൾട്ടിനകത്ത് പോസിറ്റീവാണ്, അപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ, ഇൻ്റർവ്യൂവിനൊന്നും പോകണ്ട, പഠിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ ഇച്ചിരി നേരം ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഞാൻ ഒന്നും കൂടി സിസ്റ്ററിൻ്റെ ബ്ലഡ് ഒന്ന് എടുത്തിട്ട് വെല്ലൂരേക്കൊന്ന് ടെസ്റ്റിന് അയച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, യെസ് ഡോക്ടറിൻ്റെ ഇഷ്ടം പോലെ. അപ്പം പ്രൊഫഷലും പറഞ്ഞു, കുഴപ്പമില്ല, ഡോക്ടറിന് തോന്നുന്ന പോലെ, അങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ട് അന്ന് ചെയ്തോളാൻ പറഞ്ഞു. ആ ടെസ്റ്റ് ധ്യാനം കഴിഞ്ഞ് വന്നിട്ടുള്ള ബ്ലഡാണല്ലോ. അപ്പം ആ ബ്ലഡ് എടുത്തു വെല്ലൂരേക്ക് അയച്ചു. അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഒരാഴ്ച കഴിഞ്ഞ് അത് പോയി മേടിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ ഒരു രോഗവും ഇല്ലെന്ന് പറഞ്ഞു. മറ്റേ ടെസ്റ്റ് ധ്യാനത്തിന് മുന്നേ എടുത്ത ടെസ്റ്റ് ആയിരുന്നു. ഇത് ധ്യാനത്തിന് ശേഷം ബ്ലഡ് കൊടുത്തിട്ടാണ് ഞാൻ പോയത്. വർക്കിയച്ഛൻ ഇവരുടെ സഭയുടെ സ്ഥാപകനാണ് അല്ലേ? വളരെ വിശുദ്ധനായ ഒരച്ഛൻ മോൺസിഞ്ഞോർ CJ വർക്കി, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കുളത്തുവയലിൽ അച്ഛന് വളരെ വലിയൊരു മാർഗദാർശനികനായിട്ടുള്ള ഒരു വ്യക്തി. അച്ഛൻ്റെ മെസ്സേജാണ് ഈ പറഞ്ഞത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പറയാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞു. പിന്നെ നഴ്സിങ്ങിന് പോയി. പിന്നെ ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ തന്നെ മരുന്ന് സിസ്റ്റർ വേണ്ടത്, സിസ്റ്ററിൻ്റെ ഓരോ മാസവും വിവരം പറഞ്ഞാൽ മതി, മരുന്ന് അയച്ചു തരാം, സിസ്റ്റർ നഴ്സിംഗ് പഠിക്കാൻ പൊക്കോ, വേറെ ഡോക്ടേഴ്സിനൊന്നും കാണിക്കരുത്, അവിടെ ചെന്ന് ആരെയും റെഫർ ചെയ്യണ്ട, പക്ഷേ എൻ്റെ ബാക്ക് പെയിൻ കുറഞ്ഞിട്ട് എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഈ ബാക്ക് പെയിൻ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ പോയി പഠിക്കൂന്ന് ചോദിച്ചു. വേറെ കുഴപ്പമില്ലെന്ന് പറഞ്ഞെങ്കിലും ഈ ബാക്ക് ബോൺ പെയിൻ ഉണ്ട്, അത് ബോഡി പെയിൻ മാറുകയല്ല. അപ്പം ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ അത് മാറണേ കുറച്ച് ടൈം എടുക്കും,
പിന്നെ അത് സിസ്റ്റർ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുക പോവുക. അപ്പോൾ ഇവർ തന്നുകൊണ്ടിരുന്ന മുഴുവൻ ഈ സ്റ്റീറോയിഡായിരുന്നു. ഓക്കെ. അപ്പം നമുക്കിത് സ്റ്റീറോയിഡാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ ഈ വേദനയും വെച്ച് ഈ മരുന്നും ഒരു കെട്ടുമായിട്ട് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. അവിടെ ചെന്ന് ഇപ്പം ഓരോ പ്രാവശ്യം ഇങ്ങനെ വെയിറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ 49 നിന്നയാൾ 60 അപ്പം എൻ്റെ മേഡം പ്രിൻസിപ്പൾ എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, സിസ്റ്റർ എന്ത് മെഡിസിൻ? അപ്പം പ്രിൻസിപ്പളിനും അറിയാം ഞാൻ സിക്കാന്നുള്ള അറിയാം. അപ്പോൾ സിസ്റ്റർ എന്ത് മെഡിസിനാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഡോക്ടറെ, സിസ്റ്റർ സ്റ്റീറോയിഡാണ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, സിസ്റ്ററിൻ്റെ വെയിറ്റ് കൂടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം മെഡിസിനൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. സിസ്റ്റർ മേഡം എൻ്റെ മെഡിസിനൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നോട്, ഇത് മുഴുവൻ സ്റ്റീറോയിഡാണ് സിസ്റ്റർ ഇത് കഴിച്ചിട്ട് സിസ്റ്ററിൻ്റെ വെയിറ്റ് കൂടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഒത്തിരി ഇങ്ങനെ ഇറച്ചി മീനൊന്നും കഴിക്കത്തില്ല, പക്ഷേ എന്നാലും വെയിറ്റ് ഇങ്ങനെ കൂടുന്നതുകൊണ്ട് നമുക്കറിയത്തില്ലല്ലോ. ഈ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, എന്നാൽ ഇവിടെ തന്നെ നമുക്ക് ഇവിടുത്തെ ഡോക്ടറെ ഒന്ന് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മേഡം തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് എന്നെക്കൊണ്ട് കിഡ്നിയുടെ എല്ലാ ടെസ്റ്റുകളും വീണ്ടും നടത്തിച്ചു. ആ ടെസ്റ്റിലെല്ലാം നോർമലാണെന്ന് കണ്ടു. അങ്ങനെ മേഡം തന്നെ എൻ്റെ മെഡിസിനുകളെല്ലാം വെട്ടിച്ചുരുക്കി. അങ്ങനെ ഞാൻ അവിടെ 1 വർഷം പഠിച്ചു. അപ്പോൾ 1 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് അത് 1 ഇയർ കോഴ്സാണ് ഈ ജെറിയാട്രിക് നേഴ്സിംഗ് എന്ന് പറയും, ഓൾഡ് ഏജ് ഹോമിൻ്റെ സ്പെഷ്യലിസ്റ്റ്. പിന്നെ 1 ഇയർ അവിടെ ബോണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് 1 മണിക്കൂർ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് 8 മണിക്കൂർ നിൽക്കണം നേഴ്സിംഗ് ജോലി ചെയ്യുമ്പോൾ. അപ്പം പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, മേഡം ഞാൻ ബോണ്ട് ചെയ്യുന്നില്ല, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോകുകയെന്ന് പറഞ്ഞു. അപ്പം പിള്ളേരെല്ലാവരും നന്നായിട്ട് പഠിക്കുമ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കിടക്കും, ഒന്നും പഠിക്കുകയില്ല. പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് വരുമ്പോൾ എല്ലാത്തിനും എനിക്കാണ് നല്ല മാർക്ക്. അപ്പോൾ റിസൾട്ട് വന്നപ്പോഴും എനിക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കുണ്ട്. ഇതൊക്കെ എവിടുന്ന മാർക്ക് കിട്ടിയെന്നൊക്കെ ഞാൻ ഓർക്കും. ഇതൊക്കെ ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയത്തുമില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാനൊരാളെ മലയാളിയേ ഉള്ളൂ, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഒരാളില്ല, ബാക്കിയുള്ളവരെല്ലാം തമിഴ് പിള്ളേർ, ട്യൂട്ടേഴ്സും തമിഴ്. അപ്പം ആകെ ഞാൻ ഈ ഡിക്ഷണറി വെച്ചിട്ട് അർത്ഥമൊക്കെ നോക്കി എങ്ങനെയൊക്കെയോ പരീക്ഷ എഴുതുമ്പോൾ എല്ലാത്തിനും പാസ്സാകുന്നുണ്ട്. അപ്പം പ്രൊഫഷണൽസും എന്നോട് പറഞ്ഞു, വേണ്ട, ജണ്ടാളമ്മയും പറഞ്ഞു ബോണ്ട് ചെയ്യാൻ പോകണ്ട, കാരണം ഈ രോഗവും വെച്ചുകൊണ്ട് പറ്റുന്നില്ല, എനിക്ക് കാലിനും നടുവിനും വേദന മാറുന്നില്ല, വേറെ കിഡ്നിയുടെ കുറഞ്ഞാലും ഈ ബോഡി പെയിൻ ഉണ്ട്. അങ്ങനെ ഞാൻ റിസൾട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ പ്രൊഫഷണൽ എന്നോട് പറയുന്നത്, അമല ക്യാൻസർ ഹോസ്പിറ്റലിൽ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്ന സിസ്റ്ററിനെ പെട്ടെന്ന് കുട്ടിയത്തേക്ക് ട്രാൻസ്ഫർ ആക്കി. അപ്പം അമലയിൽ പോകാനായിട്ട് ഒരാളില്ല. സാധാരണ അവിടെ അമലയിൽ സീനിയേഴ്സിനെ മാത്രമേ എടുക്കുകയുള്ളൂ, ജൂനിയേഴ്സായിട്ടുള്ളവരെ ഇങ്ങനെ കൗൺസിലിങ്ങിനൊന്നും എടുക്കുകയല്ല. അന്നേരം പ്രൊഫഷണൽ പറഞ്ഞു, അച്ഛാ ഇപ്പം ഞങ്ങൾക്ക് ഈ ഒരു 6 മാസത്തേക്ക് ഒരു സീനിയർ സിസ്റ്ററിനെ തരാനായിട്ട് ഞങ്ങൾക്കില്ല, പക്ഷെ സീനിയറിനെ പോലെ ഇരിക്കുന്ന ഒരു സിസ്റ്ററുണ്ട്, ആ സിസ്റ്ററിനെ ഞങ്ങൾ തരാം. അപ്പോൾ ഈ അച്ഛൻ എന്നെ അറിയാം, ഞാൻ അവിടെ ചെന്ന് ആൻറ്റിയെ നോക്കാൻ നിന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ സിസ്റ്ററാണ് കുഴപ്പമില്ലെങ്കിൽ പോരെ, കണ്ടാലും അപ്പോൾ തന്നെ എനിക്ക് ഇച്ചിരി വെയിറ്റൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ അമല ക്യാൻസർ ഹോസ്പിറ്റലിൽ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടി 6 മാസത്തേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്നപ്പോൾ എൻ്റെ ബയോഡാറ്റ കണ്ടു കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, സിസ്റ്റർ നേഴ്സിംഗ് പഠിച്ചതല്ലേ, എന്നാൽ പിന്നെ സിസ്റ്റർ ഹാഫ് ഡേ നേഴ്സിങ്ങും ഹാഫ് ഡേ കൗൺസിലിങ്ങും ചെയ്തു, നേഴ്സിംഗ് പ്രാക്ടീസ് ചെയ്തു, പഠിച്ചത് കളയണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്കൊരു വാർഡും തന്ന് അവിടെ ഞാൻ ഉച്ച കഴിഞ്ഞ് നേഴ്സിംഗ് ചെയ്യും, രാവിലെ കൗൺസിലിങ്ങും പോകും. അപ്പോൾ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ജെറിയാട്രിക്ക് പഠിച്ചതെന്ന് അറിഞ്ഞപ്പം അവിടുത്തെ ഓൾഡ് ഏജ് ഹോമിൽ ആരും നോക്കാനില്ലാതെ, സിസ്റ്റേഴ്സ് ആരും ഇല്ലാതെ അവർ വിഷമിച്ചിരിക്കുക. അന്നേരം അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, മരിയെ നോക്കാമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നതല്ലേ, സിസ്റ്ററും പറഞ്ഞു അച്ഛൻ പറയുന്നതല്ല അനുസരിച്ചോ എന്നും പറഞ്ഞ് അവിടുത്തെ ഇൻചാർജായിട്ട് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തു. അപ്പം അവിടെയുള്ള ആൾക്കാരെന്നോട് പറയും, സിസ്റ്ററെ ഞങ്ങൾക്ക് പണമുണ്ട്, പക്ഷെ സ്നേഹം തരാൻ ഞങ്ങൾക്ക് ആരുമില്ല, അതുകൊണ്ട് സിസ്റ്റർ ഞങ്ങളെ പൈസ ഉള്ളവരായിട്ട് കാണണ്ട, ഞങ്ങൾക്ക് സ്നേഹം കിട്ടാത്തവരാന്ന് കണ്ടാൽ മതി. അപ്പം ഞാൻ ഉടുപ്പിട്ട് 1 വർഷം കഴിഞ്ഞ് 2 വർഷം ആയതേ ഉള്ളൂ. അങ്ങനെ അവരെ ഞാൻ 2 വർഷം 6 മാസത്തേക്ക് പോയ എന്നെ 2 വർഷം അവിടെ നിർത്തി. ദൈവം ഇങ്ങനെ കുറേ വഴികളിലൂടെ വഴി നടത്തി. നമുക്ക് ഈ ഒരു എപ്പിസോഡത്ത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഞാൻ വളരെ കൗതുകത്തോടെ ഇരുന്ന് കേൾക്കുമായിരുന്നു സിസ്റ്റർ സന്യാസം സ്വീകരിച്ച് പോകുന്നത്, പിന്നെ ദൈവം വഴി നടത്തിയത്. ഇത് എന്നോട് ഈ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് സിസ്റ്റർ പറഞ്ഞു, അച്ഛാ ചെറിയ കാര്യമാണ് എനിക്ക് പറയും, ഇത് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യമാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് തൊട്ട് തന്നെ ദൈവം ഇങ്ങനെ വട്ടം കറക്കി കൊണ്ടുവന്ന് പിന്നീടുള്ള നാൾ വഴികളെല്ലാം രോഗവും ചിന്തകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് കൊണ്ടുവന്ന് വഴി തുറന്നു. അപ്പോൾ ദൈവം വഴി നടത്തുന്ന വഴികൾ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ ചിന്തിക്കുന്നോട്ടൊന്നുമല്ല ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്.
ഒരുപാട് സന്തോഷമുണ്ട് സിസ്റ്ററിൻ്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം സ്ട്രൈക്ക് ചെയ്തത് മലബാറിലെ ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത് വളർന്നൊരു പെൺകുട്ടിയാണ്. നമുക്കറിയാം മലബാറൊക്കെ കുടിയേറ്റം നടത്തിയ മനുഷ്യരുടെ ചരിത്ര, അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മീയതയുടെ ഒക്കെ ഒരു തികവ് മലബാറിൽ ചെന്നാൽ കാണാൻ പറ്റും. ഇന്നും ഒരുപാട് വൈദികരും സന്യസ്തരും ഒക്കെ ഉള്ള സ്ഥലമാണ് മലബാർ. കാരണം അവരുടെ ജീവിതം അവരെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്, അവരുടെ വിശ്വാസത്തെ വളർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്ററിൻ്റെ അപ്പനും അമ്മയും ഗ്രാൻഡ് പേരൻസും അവരിൽ നിന്നൊക്കെ കിട്ടിയത് വളരെ ശക്തമായിട്ട് ഈ ജീവിതത്തിൽ നിഴലിച്ചിട്ടുണ്ട്. ആതിർവാന സ്വീകരണം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു കന്യാസ്ത്രീ ആകാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്ന് കുഞ്ഞുനാളിൽ കിട്ടിയതാണ്. അറിഞ്ഞോ അറിയാതെ ആ പ്രാർത്ഥന ഉള്ളിൽ ആഴപ്പെട്ടെങ്കിൽ ആ ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് ദൈവം വാരിക്കോരി അനുഗ്രഹം തന്നിട്ടുണ്ട്. ഏതിലൊക്കെ വട്ടം കറങ്ങിയാലും തിരിച്ചു കൊണ്ടുവന്ന് കർത്താവിന് വേണ്ടിയിട്ട് നഴ്സിംഗ് ശുശ്രൂഷയും ചെയ്തു, കൗൺസിലിങ്ങും ചെയ്തു, വചന ശുശ്രൂഷയും ചെയ്തു, എല്ലാ ശുശ്രൂഷയും ചെയ്യുന്ന രീതിയിലേക്ക് ദൈവം ഒരുക്കി ഇപ്പോഴും ശുശ്രൂഷയിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷം സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങൾ കേട്ടത്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഒരു സന്യാസിനിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കും പ്രാർത്ഥിക്കാം കേട്ടോ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ പൗരോഹിത്യ സന്യാസ ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ദൈവം ഓരോരുത്തരെ ഓരോ രീതിയിലാണ് വഴി നടത്തുന്നത്. നമുക്ക് അവരെ ഒന്ന് അവരുടെ ജീവിത വിളി എന്താണെന്ന് തിരിച്ചറിയാനായിട്ടൊന്ന് സഹായിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ സിസ്റ്റർ കടന്നു പോകുന്ന വഴികളിലൊക്കെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ നയിച്ച് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാട് നമുക്ക് വലിയ ദർശനങ്ങൾ ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ, പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികൾ അവരുടെ സാഹചര്യങ്ങൾ അവരുടെ രീതികളൊക്കെ കണ്ട് മനസ്സിലായി കഴിയുമ്പോൾ അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവരവരുടെ ദൈവവിളിയിൽ ഉയരാൻ തുടങ്ങും, വളരാൻ തുടങ്ങും. അതിന് സാധിക്കട്ടെ. ആഗ്രഹിക്കുക എല്ലാവരും, ഒന്നെങ്കിൽ ഞങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പേരക്കിടാങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു വൈദികനോ സന്യാസിനൊക്കെ ആയി തീരാനുള്ള കൃപ തരണേന്ന്. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ദൈവം നയിച്ച വഴികൾ അത് പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ TV സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് ഒരു വിശ്വാസ വളർച്ചയ്ക്ക്, ജീവിതത്തിലൊരു ആത്മീയമായ ഉൾക്കരുത്തിനൊക്കെ സഹായകമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു എപ്പിസോഡിൽ നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.